കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗയുടെ നിശ്ചയത്തട്ട് കൈമാറാനുള്ള ശുഭമുഹൂർത്തമായി. ചെക്കന്റെ അമ്മയുടെ കയ്യിലേക്ക് ശാരദ ആ ഒരു തട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് എവിടെ നിന്നോ ഒരു കൊച്ചു പയ്യൻ വന്ന് ഓടി വന്ന് അതങ്ങ് തട്ടി താഴേക്കിട്ട് തട്ടും സാധനങ്ങളും എല്ലാം അങ്ങ് നിലത്ത് ചിതറിക്കിടക്കാണ്. ഇത് കണ്ട് എല്ലാവരും അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമായിരിക്കും. അയ്യോ, ഇത് ദുശകുനമാണല്ലോ എന്നൊക്കെ പൂജാരി പരിഭ്രമത്തോടെ പറഞ്ഞു. ആരാ ഈ കുഞ്ഞ്? ഇതാരുടെ കുഞ്ഞാ? ആ കുട്ടിയെ ഒന്ന് മാറ്റി നിർത്തൂ എന്ന് പൂജാരി പറയുന്നുണ്ട്. എന്നാ നീ പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ ആ കൊച്ചു നേരെ ഓടിപ്പോയി കല്യാണച്ചക്കന്റെ മടിയിലങ്ങ് കയറിയിരുന്നു. ഇത് കാണുമ്പോൾ കാവേരി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാണ്. കാവേരി മാത്രമല്ല, വിനീതും നിവിനും ഒക്കെ അമ്പരപ്പോട് ഇങ്ങനെ പരസ്പരം നോക്കി നിന്നു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ കുട്ടി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ ചെക്കൻ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നിവിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. എടാ, ഇത് രണ്ടാം കെട്ടാണെന്നാ തോന്നുന്നത്. ആ മൊട്ടത്തലേന്റെ ആദ്യത്തെ കുട്ടിയാണത്, എനിക്കത് ഉറപ്പാണ്. നിവിൻ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് വിനീത് പറയുന്നുണ്ടായിരുന്നു. നിവിൻ അത് തറപ്പിച്ച് ചോദിച്ചു. അയ്യോ, നിശ്ചയത്തട്ട് താഴെ വീണല്ലോ. അത് സാരമില്ല ശാരദേ, നമുക്കൊന്നുകൂടി തട്ട് മാറ്റാം. ദേ ഇപ്പൊ തന്നെ എല്ലാം പെറുക്കിയെടുത്ത് ശരിയാക്കാമെന്ന് പറഞ്ഞ് ജയപാലൻ ആകെങ്ങനെ പതറി മുന്നിലേക്ക് വന്നു. ജയപാലേട്ട, ആരായി കുഞ്ഞിയെന്ന് ശാരദ സംശയത്തോട് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവരുടെ കൂടെ വന്ന ഏതൊരു കുഞ്ഞാണെന്നും അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. നീ അത് വിട്, മുഹൂർത്തം കഴിഞ്ഞു പോവും, സമയം അതിക്രമിച്ചു എന്ന് പൂജാരി പറയുന്നത് കേട്ടില്ലേ? വേഗം തട്ടുകൊടുക്കാൻ അയാൾ തിരക്ക് കൂട്ടി. ശാരദേ, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഒന്ന് അയാൾ പറയുമ്പോഴേക്കും ആ കുട്ടി വീണ്ടും ചോദിക്കാണ്. അച്ഛാ, ഇവരൊക്കെ ആരായെന്ന്, എന്തിനാ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മാറ്റുന്നത് എന്നൊക്കെ ചോദിക്കും. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാണ്. അച്ഛനോ? ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് ശാരദ ചോദിച്ചപ്പോ അതൊക്കെ പിന്നെ സംസാരിക്കാം ശാരദേ, ഓരോന്നിനും അതിൻ്റെതായുള്ള മുഹൂർത്തമുണ്ടല്ലോ എന്ന് ജയബാലൻ നിർബന്ധം പിടിച്ചു. അതൊക്കെ കണ്ട് ഗംഗ ആകെ തകർന്നു നിൽക്കാണ്. പെട്ടെന്ന് ആ കുട്ടി ഗംഗയെ ചൂണ്ടി ചോദിച്ചു, അച്ഛൻ്റെ അടുത്തിരിക്കുന്നത് ആരാ? എന്തിനാ ഈ ആൻറ്റി അച്ഛൻ്റെ കല്യാണ പെണ്ണ് പോലെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് എന്ന്? എഴുന്നേറ്റ് പോവാൻ പറ. ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാവേരി ഇടപെട്ടു. ജയപാലൻ അങ്കിൾ കൊണ്ടുവരുന്ന ആലോചനയല്ലേ, അപ്പോ ഈ കുഞ്ഞ് ആരാണെന്ന് പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. നിന്റെ മകളുടെ വായടച്ചു പിടിക്കാൻ നോക്ക് ശാരദയെന്ന് ജയപാലൻ ദേഷ്യപ്പെടുമ്പോൾ ഈ കുഞ്ഞ് ആരാണെന്നറിയാതെ നിശ്ചയം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കാവേരി പറഞ്ഞു. ജയപാലേട്ട, എനിക്ക് സത്യം അറിയണമെന്ന് ശാരദയും ആവർത്തിച്ചു. അപ്പോ ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ? എന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കാൻ നീ ആരാടി? ചെക്കന്റെ അമ്മ വന്ന് ശാരദയെ അനുനയിപ്പിക്കാൻ നോക്കി. കല്യാണം കഴിഞ്ഞ എന്റെ മകൻ ഈ കുടുംബത്തിന്റെ നാഥനായി ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. ജയബാലേട്ട, ഞങ്ങളെ പറ്റി അറിയാവുന്ന നിങ്ങളിലെ ഈ ആലോചന കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് സത്യം അറിയണമെന്ന് ശാരദ ചോദിച്ചു. എന്തിനാ അയാളുടെ കാല് പിടിക്കാൻ നോക്കുന്നത് എന്ന് കാവേരി ചോദിച്ചപ്പോ ശാരദ അവളെ അടക്കി നിർത്തി. വലിയ കാര്യമൊന്നുമില്ല ശാരദേ, ഇത് ഇയാളുടെ രണ്ടാമത്തെ കല്യാണമാണ്. ആദ്യത്തെ കല്യാണത്തിലെ ഭാര്യ മരിച്ചുപോയതാണെന്ന് അയാൾ ഒടുവിൽ സമ്മതിച്ചു. ഇത് കേട്ട ശാരദ ആകെ തകർന്നു പോയി. നിങ്ങളെ വിശ്വസിച്ച് മക്കളെ പോലും എതിർത്തുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. എന്നിട്ട് നിങ്ങൾ ചതിക്കാൻ നോക്കുകയാണോ? നിങ്ങൾക്കിതൊക്കെ എങ്ങനെ തോന്നിയെന്ന് ശാരദ ചോദിച്ചു. ഇതിലെന്ത് ചതിയാണുള്ളത്? ഗംഗയുടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് ജയബാലൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മക്കളെ പറ്റി അനാവശ്യം പറയരുത് എന്ന് ശാരദ പറയുന്നതോടുകൂടെ പ്രവീണയും ജയബാലനെ ന്യായീകരിച്ചു. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇപ്പോഴെങ്കിലും അമ്മക്ക് മനസ്സിലായല്ലോ എന്ന് കാവേരി ചോദിച്ചു. ഈ രണ്ടാം കെട്ടുകാരനെ കെട്ടുന്നതിലും നല്ലത് ആ പാറയിൽ നിന്നും ചാടി അങ്ങ് മരിക്കുന്നതാണെന്ന് അവൾ രോഷത്തോടെ പറഞ്ഞു. ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ആ നിമിഷം ഞാൻ ഈ വീട് വിട്ടു പോകുമെന്ന് കാവേരി ഭീഷണിപ്പെടുത്തി. കാവേരി ചേച്ചിയുടെ കൂടെ ഞാനും ഇവിടെ നിന്നും പോകുമെന്ന് യമുനയും പറഞ്ഞു. ജയബാലേട്ട, ഇനി ഞങ്ങളെ സഹായിക്കണ്ട, ഈ ബന്ധം വേണ്ട എന്ന് ശാരദ തീർത്തും പറഞ്ഞു. പ്രവീണയോട് ശാരദ ചോദിക്കുന്നുണ്ട്, നിന്റെ മകൾക്ക് ഇങ്ങനൊരു ആലോചന വന്നാൽ നീ സമ്മതിക്കുമോ എന്ന്? എന്റെ മക്കളുടെ അവസ്ഥയാണോ ഇത് എന്ന് പ്രവീണ പരിഹസിച്ച് ചോദിച്ചു. ശാരദക്ക് കാര്യം മനസ്സിലായി. അരവിന്ദിന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് ഇയാളെ വിശ്വസിച്ചത്. പക്ഷേ ഇത്രയും വലിയൊരു നെറുകേട് ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഇപ്പൊ തന്നെ എല്ലാവരും എവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണമെന്ന് ശാരദ ആക്രോശിച്ചു. നാണം കെട്ട് ചെക്കനും കൂട്ടനും അവിടെ നിന്നും ഇറങ്ങി. ശാരദെ, എന്നെ പിണക്കി വിട്ടിട്ട് നിന്റെ മക്കൾക്ക് ഇനി ഒരു നല്ല ബന്ധം വരുമോ എന്ന് എനിക്കൊന്ന് കാണണമെന്ന് ജയബാലൻ വെല്ലുവിളിച്ചു. എന്റെ മക്കളെ കെട്ടാൻ എന്റെ അനന്തരവൻ വിനീത് ഇവിടെയുണ്ട്. അവൻ അവളെ കെട്ടുമെന്ന് വിനീതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിട്ട് ശാരദ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീതിന് സന്തോഷമായി. കാവേരിയും ജയബാലനെ അവിടെ നിന്നും മാട്ടിയോടിച്ചു. ജയബാലൻ ദേഷ്യത്തിൽ അരവിന്ദന്റെ ഫോട്ടോ താഴേക്കങ്ങിട്ടു. ആ ഫോട്ടോയുടെ പിന്നിൽ എഴുതിയിരിക്കുന്നത് ശാരദയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചതിയനായ കൂട്ടുകാരനെന്ന് അരവിന്ദൻ എഴുതി വെച്ചിരുന്നു. തന്റെ ഭർത്താവിനെ ചതിച്ച ഈ ദുഷ്ടനെയാണോ താൻ ഇത്രയും കാലം ബഹുമാനിച്ചത് എന്നോർത്തുകൊണ്ടതിന് ശാരദക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ശാരദ ആ എഴുത്ത് ജയബാലനെ കാണിക്കുന്നു. എന്റെ അരവിന്ദനെ ചതിച്ചത് താനാണല്ലേ എന്ന് അവൾ ചോദിച്ചു. കാവേരിയും അത് വായിച്ചു നോക്കി. അച്ഛനെ കൊന്നത് താനാണെന്നൊക്കെ പറഞ്ഞ് അയാളെ അവിടെ നിന്നും മാട്ടിയിറക്കി. ഇറങ്ങിപ്പോട പന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വിനീത് അയാളെ ഭീഷണിപ്പെടുത്തി.
നാണം കെട്ട ജയബാലൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ശാരദ നിലത്തിരുന്നിങ്ങനെ ഭയങ്കര പൊട്ടിക്കരച്ചിലായിരിക്കും. ഗംഗയോട് ക്ഷമ ചോദിച്ചു. അരവിന്ദൻ വിശ്വസിച്ചിരുന്ന ആ ഒരു ചതിയനെ പറ്റിയിട്ട് രാധമ്മയും ഒരുപാടധികം സങ്കടപ്പെട്ടു. വിനീത് അവരെ ആശ്വസിപ്പിക്കുന്നു. വിനീതിനോടും ശാരദ ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്റെ മോളെ കെട്ടാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടുമെന്ന് വിനീത് ഉറപ്പിച്ചു പറഞ്ഞു. സുജാത സമ്മതിക്കുമോ എന്ന് ശാരദ ചോദിച്ചപ്പോൾ ജീവിക്കേണ്ടത് എന്റെ കൂടെയാണ്, അവളുടെ സമ്മതം മാത്രം എനിക്ക് മതിയെന്ന് വിനീത് പറഞ്ഞു. ഗംഗ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. പിന്നാലെ സുജാത വന്ന് അവിടെ ബഹളം വെക്കുകയായിരുന്നു. നീ അവളെ കെട്ടിയ ഈ സുജാത ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ അവരെ ഭീഷണിപ്പെടുത്തി. വിനീത് അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പിന്നീട് ഗംഗയുമായി സംസാരിക്കുന്ന വിനീത് അവളോട് സമ്മതം ചോദിക്കാണ്. വിനീതിനെ കെട്ടുന്നതിൽ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എന്ന് തന്നെ ഗംഗ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവർക്കും ഒരുപാടധികം സന്തോഷമായി. പിന്നീട് കല്യാണത്തിനുള്ള സാരി ഉടുക്കാൻ പോവാൻ തന്നെ അവർ തീരുമാനിച്ചു. ഗംഗ വരില്ല എന്ന് പറയുമ്പോൾ കാവേരിയും വിനീതും നിലയും കൂടി ടൗണിലേക്ക് പോവാണ്. കടയിൽ വെച്ച് വില കുറഞ്ഞ സാരി എടുത്ത കാവേരിയോട് വില നോക്കാതെ ഗംഗയ്ക്ക് ചേരുന്നത് തന്നെ എടുക്കാൻ തന്നെ വിനീത് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി വസ്ത്രങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ സന്തോഷത്തോടു കൂടി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഗംഗയുടെയും വിനീതിന്റെയും കല്യാണം അങ്ങ് ഉറപ്പിക്കുകയാണ്. വിനീതും കാവേരി നിവിനും കൂടി വലിയൊരു സഞ്ചി നിറയെ കല്യാണ വസ്ത്രങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ വലിയൊരു നിശബ്ദതയായിരുന്നു. ശാരദാമ്മ ഉമ്മർത്ത് തന്നെ ആലോചിച്ചിരിക്കുന്നുണ്ട്. വിനീത് സന്തോഷത്തോടു കൂടി തന്നെ കല്യാണ സാരികൾ ഓരോന്നോരോന്നായി ഗംഗയുടെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചു. ഓരോ സാരിയുടെ ഭംഗിയും വർണ്ണിക്കുമ്പോഴും വിനീതിന്റെ കണ്ണുകളിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഗംഗയുടെ മുഖത്ത് പഴയ ആ ഒരു മ്ലാനത തന്നെ. പെട്ടെന്നാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ ജയബാലനും സുജാതയും ഒരുമിച്ചാണ് വരുന്നത്. ശാരദയുടെ ഉള്ളിലൊരു ഭയം തോന്നി. എന്തിനാണ് ഇവരിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്നത്? വിവാഹം ഇത്ര പെട്ടെന്നൊന്നും നടക്കുമെന്നൊന്നും നീ വിചാരിക്കണ്ട ശാരദയെ. ജയബാലൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കൂടെ വന്ന സുജാത ശാരദയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. എന്റെ മകനെ നിന്റെ മകളുടെ തലയിൽ കെട്ടിവെക്കാനൊന്നും നോക്കണ്ട. ഇവരുടെ അച്ഛൻ മരിച്ചപ്പോൾ ബാക്കി വെച്ച കടങ്ങൾ മുഴുവൻ തീർക്കാതെ ഈ കല്യാണം നടക്കില്ല. ജയബാലൻ ഒരു കെട്ട് ആധാരങ്ങൾ അങ്ങ് മേശപ്പുറത്ത് വെച്ചു. അരവിന്ദൻ ചതിക്കപ്പെട്ടപ്പോൾ എഴുതി ഒപ്പിടാത്ത ചില പ്രമാണങ്ങളായിരുന്നു അത്. ഈ വീട് ഇപ്പോൾ എന്റെ പേരിലാണ്. ഒന്നുകിൽ വിവാഹം മുടക്കി ഈ വീട് ഒഴിയണം, അല്ലെങ്കിൽ ഗംഗയെ ഞാൻ പറയുന്ന ആ പഴയ ആലോചന തന്നെ കെട്ടിച്ചു കൊടുക്കണമെന്നൊക്കെ പറയും. മുറ്റത്തങ്ങനെ വലിയൊരു തർക്കം നടന്നു. വിനീത് ജയബാലിന്റെ ഷർട്ടിന്റെ കുത്തിനങ്ങ് പിടിച്ചു. താൻ ഇങ്ങനെ ആധാരം കാണിച്ച് പേടിപ്പിക്കേണ്ടടാ, ചതിയിലൂടെ നേടിയെടുത്തതാണിതെല്ലാം. എന്നാൽ കാവേരി വിനീതിനെ തടഞ്ഞു. അയാൾ ശാന്തതയോടെ നിവിനെ നോക്കി. നിവിൻ തന്റെ ബാഗിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്ത് പുറത്തെടുത്തു. ജയബാലൻ അങ്കിൾ, താൻ കാവേരിയുടെ അച്ഛനെ ചതിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് പോലീസിന് കൊടുത്താൽ താൻ ജയിലിലാവും. നിവിൻ അത് പ്ലേ ചെയ്തതോടുകൂടി തന്നെ ജയബാലന്റെ മുഖം അങ്ങ് വിളറി വെളുത്തു. ചതിയുടെ മുഴുവൻ തെളിവുകളും അതിലുണ്ടായിരുന്നു. ഭയം കൊണ്ട് വിറച്ച ജയബാലൻ ആധാരക്കെട്ടുകളെല്ലാം അവിടെ വെച്ച് സുജാതയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ശാരദാമ്മയുടെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ കണ്ണുനീരൊഴുകി. വിനീത് ഗംഗയുടെ അരികിലേക്ക് ചെന്നു. ഇനി ആരെയും പേടിക്കേണ്ട ഗംഗെ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഗംഗ ആദ്യമായി വിനീതിന്റെ കൈകളങ്ങ് മുറുകെ പിടിച്ചു. ആ വീട്ടിൽ അങ്ങനെ സമാധാനത്തിന്റെ ഒരു പുതിയ വഴിവിളക്ക് തെളിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലളിതമായ ചടങ്ങുകളോടെയും വിനീതിന്റെയും ഗംഗയുടെയും വിവാഹം വളരെയധികം ഭംഗിയായി തന്നെ നടന്നു. ചതിയുടെ ഇരുട്ടിൽ നിന്ന് സ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് ആ കുടുംബത്തിന്റെ യാത്ര അവിടെ പൂർണ്ണമാവുകയായിരുന്നു. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ